ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സുഖമില്ല ഗൈസ്. അപ്പോൾ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ സംഭവം വേറൊന്നുമല്ല, ഞാൻ രാവിലെ വേണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് എന്താ പറയുക, ഞാനിപ്പോൾ എനിക്ക് വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമായതുകൊണ്ട് സംഭവം വേറൊന്നുമല്ല, റേഞ്ചില്ല മഴയും പെയ്തിട്ട്. ഒന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് ഇരുന്നിട്ട് എനിക്ക് എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല സുഹൃത്തുക്കളെ. അങ്ങനെയാണ് പിന്നെ ഞാൻ വീണ്ടും ഇങ്ങനെ വീഡിയോ ചെയ്യാമെന്ന് വെച്ചത്. എന്താ പറയുക, ഫേസ്ബുക്ക് തുറന്നു കഴിഞ്ഞാൽ ഞാൻ രാവിലെ ഫേസ്ബുക്ക് തുറന്നപ്പോൾ എന്ന് പറഞ്ഞാൽ വിതുര പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന ആനപ്പാറ മണലി സെറ്റിൽമെൻറ്റുള്ളൊരു പുള്ളി സംസാരിക്കുന്നത് ഞാൻ കൊടുത്തിട്ടുണ്ടേ, കണ്ടു നോക്കണേ. ഇതാണ് ഈ കിടക്കുന്ന കരിക്ക് തേങ്ങ എന്ന് വേണ്ട നല്ല കാവലുള്ള തെങ്ങാണ്. അത്രയും നശിപ്പിച്ചതാണ്. എന്തിന് ചെയ്യാൻ പോകുന്ന നമ്മൾ ജീവിക്കാൻ ഒരു ഇതിലും ഈ മൃഗങ്ങൾ സമ്മതിക്കില്ല. ആന, വ്ലാവ്, പന്നി, കേഴ, കാട്ടുപോത്തായിട്ട് പറ്റ കണക്കാണ് ഇവിടെ കിടക്കുന്നത്. ഈ വിളകൾ അത്രയും മുടിപ്പിച്ചതാണ്. നിങ്ങൾക്ക് കാണാം ഈ കിടക്കുന്നത്. ഈ കഴിഞ്ഞ രാത്രിയാണ് ഇതിനെ ഈ നശിപ്പിച്ചത്. ഞങ്ങൾക്ക് ഡെയിലി ഉറക്കമില്ല. ഇതിനൊക്കെ ഓട്ടിച്ചാൽ പോവുകയില്ല. ഒന്നിൽ ഈ വനം വകുപ്പ് മന്ത്രി, ഫോറസ്റ്റുകാർ ഒക്കെ ഇതിനെ പിടിച്ച് കെട്ടി കൊണ്ടുപോകണം, എവിടെയെങ്കിലും കൊണ്ടുപോകണം. അല്ലെങ്കിൽ ഇതിനെ നിങ്ങൾ ഓട്ടിച്ച് ഡെയിലി വന്ന് ഇതിനെ ഓട്ടിച്ച് കാട്ടിക്കയറ്റി വരും. ഇങ്ങനെ നശിപ്പിക്കാൻ ഞങ്ങളെന്തിരി ജീവിക്കണ്ടേ? അപ്പം അത് നിങ്ങൾ ഇതൊക്കെ കാണുന്നതൊക്കെ ഈ ഡെയിലി മുടിപ്പാണ്. ഇത് സ്ഥലം മണലിയാണ്. ആനപ്പാറ മണലി എന്ന പറഞ്ഞ സ്ഥലത്താണ് ആനപ്പുണ്ടം കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാം. നോക്കിയാണ് എന്തുമാത്രം നല്ല കാഴ്ച തെങ്ങെന്നറിയാമോ. ഇതൊക്കെ എടുത്തി കളയണ ഈ ആന വന്ന് ഇങ്ങനെ നശിപ്പിച്ചാൽ നമുക്ക് ഒന്നും ചെയ്യാനാക്കില്ല. പിന്നെ കൊന്നു കഴിഞ്ഞാൽ അവൻ ചെയ്യില്ല. അപ്പോൾ ഞങ്ങൾക്ക് വീട്ടിൽ തന്നെ കിടന്നുറങ്ങാൻ പേടിയാണ്. ആ സ്ഥിതിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നിങ്ങളിത് ഗവൺമെൻറ്റുകാർ അറിഞ്ഞ് ഒന്നിനെ പിടിച്ചോണ്ട് പോയി എവിടെയെങ്കിലും കൊണ്ട് കൂട്ടിലടക്കി എന്തെങ്കിലും ചെയ്യണം. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ ഒരു നിവൃത്തിയില്ല. ഈ മണലിൽ കിടക്കുന്ന ഒറ്റ എണ്ണത്തിന് ജീവിക്കാൻ പറ്റും. എല്ലാ കാരണം ഇതേപോലെയാണ്. എല്ലാവരുടെ പേരെ എടുത്തും ഇതേപോലെ നശിപ്പിച്ചുകൊണ്ട് വരികയാണ്. ഇതിനൊക്കെ ഗവൺമെൻറ് നമുക്ക് ഇതിന് ഇപ്പം 8 വർഷം കൊണ്ട് കിടന്ന് ഇത് മുടിക്കുന്നത് എന്തെങ്കിലും ധനസഹായം ചെയ്യൂ. എന്തെങ്കിലും സഹായം ചെയ്തെങ്കിൽ ഇത് എനിക്ക് 12 മൂട് തെങ്ങ് പോയി. ഈ 12 മൂട് തെങ്ങ് എനിക്ക് ആ നഷ്ടപരിഹാരം കിട്ടണം. കിട്ടിയാലേ നമുക്ക് അപ്പോൾ പുള്ളി പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളിയുടെ തെങ്ങും ഇതൊക്കെ വന്ന് ആദിവാസിയാണ്. തെങ്ങും ഇതൊക്കെ വന്ന് ഇന്ന് രാത്രി ഒന്ന് ആനയെടുത്ത് ഈ വീഡിയോ ഷൂട്ട് ചെയ്ത് എന്നാന്നും കൂടി ഞാൻ ഇതിൽ രേഖപ്പെടുത്താമേ. ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വരത്തില്ല സൂ. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ 2026 ജൂൺ 26-ാം തീയതിയാണേ. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ വീഡിയോ ഫേസ്ബുക്ക് എടുത്ത് തുറന്നു നോക്കിയപ്പോൾ കണ്ട ഒരു കാഴ്ചയെന്ന് പറഞ്ഞാൽ ആനപ്പാറ, വിതുര ആനപ്പാറയുടെ അടുത്തുള്ള മണലി, അവിടെ ഒരു അപ്പൂപ്പൻ്റെ അപ്പോൾ എൻ്റെ വീടിപ്പോൾ അതിൻ്റെ അടുത്തുള്ള അത് വിതുര പഞ്ചായത്താണ്. എൻ്റെ അതിനടുത്തുള്ള എന്താ പറയുക, കുറ്റിച്ച പഞ്ചായത്തിലെ 7 വാർഡിലുള്ള വേപ്പാറ ഫോറസ്റ്റ് റേഞ്ചിൽ വരുന്ന കമലകം സെറ്റിൽമെൻറ്റിലാണ് അപ്പോൾ ഞാനുള്ളത്. അപ്പോൾ നമുക്ക് തമ്മിൽ വലിയ ദൂരമൊന്നുമില്ല, ഏകദേശം ഒരു 20 കിലോമീറ്ററിൻ്റെ വ്യത്യാസമൊക്കെ വരുള്ളൂ ഈ പറഞ്ഞ സ്ഥലവും നമ്മുടെ സ്ഥലവും തമ്മിൽ. അപ്പോൾ ആ രാവിലെ അങ്ങനെ വീഡിയോ കണ്ടപ്പോൾ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നിയല്ല, കണ്ടപ്പോഴാണ് ഞാനും ഉറങ്ങിയിട്ട് ഏകദേശം ഒരു 3-4 ദിവസം ആയെന്ന് കൂട്ടിയായി. വൈകുന്നേരം ഒരു 9-9:30 ആകുമ്പോൾ വളരെ സൈഡിൽ ആന വരും. പിന്നെ നമുക്കിപ്പോൾ ഒരു വളരെ സൈഡിൽ ആന, നമ്മുടെ വീട്ടിൽ വിളയിലുള്ള ആന വന്നു കഴിഞ്ഞാൽ ആന തിരത്താനുള്ളൊരു സംഭവം നമ്മുടെ ഫോറസ്റ്റിൽ വിളിച്ച് പറഞ്ഞ് അവർ തിരത്തുമെന്ന് പറഞ്ഞിട്ട് വലിയൊരു സംഭവമുണ്ട്. ഇനി എല്ലാവർക്കും ഉണ്ടോയെന്ന് പറയാം. നമ്മുടെ ഇവിടെ അങ്ങനെയൊക്കെ ഫോറസ്റ്റുകാർ പറഞ്ഞിട്ടുണ്ട്.
പിന്നെ അതിൻ്റെ ഒരു മെയിൻ പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. നമ്മളിങ്ങനെ ആന വന്ന് നിൽക്കുന്ന കണ്ടിട്ട് ഇവരെ വിളിച്ച് അവർ ഏകദേശം പേപ്പാറയിൽ നിന്ന് ഇവിടെ വരാൻ എങ്ങനെ ഒരു 3/4 മണിക്കൂർ എടുക്കും. പേപ്പാറയിൽ നിന്ന് ഇവിടെ നോർമലായിട്ടൊരു പേപ്പാറ നിന്ന് ഇവിടെ വണ്ടി ഓടി നമ്മുടെ സ്ഥലത്തെത്താൻ കരുതി. അപ്പോൾ ആ അരമണിക്കൂർ കൊണ്ട് ആന കയറിക്കാൻ ആന തിന്നാളെല്ലാം തിന്നിട്ട് പോകും. അതുകൊണ്ട് നമുക്ക് അങ്ങനെ അവരെ വിളിച്ച് വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്തിന് ഇപ്പോൾ തെങ്ങാവട്ടെ കമ്മാവട്ടെ ഇതിനൊന്നും പിന്നെ ഇവർ നഷ്ടപരിഹാരം പുല്ലൊന്നും തരുമെന്ന് എനിക്കൊരു ഗ്യാരണ്ടി ഇല്ല. സംഭവം എനിക്ക് വിശ്വാസമില്ല അതിൽ. ഈ ഫോറസ്റ്റ് എന്താ പറയുക ഇങ്ങനെയുള്ള നിയമം ഇതിലെന്ന് പറഞ്ഞാൽ ഇതിലും എനിക്ക് വിശ്വാസമില്ല. എനിക്കങ്ങനെ ഒരുപാട് മുമ്പിൽ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ അതിനെപ്പറ്റി ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ ഇനി ഈ സംഭവം രൂക്ഷമാകുമ്പോൾ പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് കുറേ നടന്ന് ഇവിടെ തന്നെ വന്നതിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ വന്നതിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു 160 സെൻറ്റിമീറ്റർ പൊക്കമുണ്ട്. അപ്പോൾ എൻ്റെ പൊക്കവും ഏകദേശം ഒരു കൊപ്പത്തിൻ്റെ പൊക്കവും എല്ലാത്തിനും കൂടി ഒരു ഏകദേശം ഒരു ഇത് പറയാനാണേ. അപ്പോൾ ആനക്കുള്ള ഇങ്ങനെ രൂക്ഷം ഇങ്ങനെ ആയി അവസാനം ആന മനുഷ്യനെ ഇപ്പോൾ ഒരുപാട് കൊലയൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ആന അവസാനം മനുഷ്യനെ കൊല്ലുന്ന ഒരു സാഹചര്യങ്ങൾ വരെ എത്തും. ഒരാളിനെ കൊന്ന് 2 പേരെ കൊന്ന് നിരത്തി ആന മനുഷ്യനെ കൊല്ലുന്ന ഒരു ലെവലെത്തുമ്പോൾ ഇവർ ചെയ്യുന്നൊരു പരിപാടി എന്ന് പറഞ്ഞാൽ സംഭവം ആനയെ കൊല്ലാൻ പറ്റില്ല. ഇങ്ങനെയുള്ള വന്യമൃഗങ്ങളെയൊന്നും കൊല്ലാൻ പറ്റില്ല. പക്ഷേ ഓട്ട് തിരക്കി വരുമ്പോൾ ഇവർ ഈ മൃഗങ്ങളുടെ അടുത്ത് തന്നെ ചെന്ന് ഓട്ട് തിരക്കണം. അത് വേറൊരു പോയിന്റാണ്, പിന്നീട് പേരും പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ കൈ അയക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആന ഇങ്ങനെ കൊല്ലും തുടങ്ങുമ്പോൾ ഇവർ കൊപ്പം കോരും. ഏകദേശം ഒരു കൊപ്പത്തിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഈ 6 അടിയാണ്. 6 അടി പൊക്കമാണ് ഒരു ഹൈറ്റ്, ഏകദേശം ഒരു കൊപ്പത്തിൻ്റെ പൊക്കം. എനിക്കിപ്പോൾ ഒരു 160 സെൻറ്റിമീറ്റർ പൊക്കമുണ്ട്. ഇവിടെ കണ്ട, ഇവിടെ ഒരു തിട്ടയുണ്ടേ, എൻ്റെ ബാക്കിൽ വലിയൊരു തിട്ടയാണ്. ഈ തിട്ടയിൽ ഞാൻ നിന്ന് കഴിഞ്ഞാൽ ഇത്രയും ഹൈറ്റാണേ ഉള്ളത്. അപ്പോൾ ഇതിനെക്കാട്ടും 6 അടി എന്ന് പറയുമ്പോൾ ഇതിനെക്കാട്ടും ഒരു കുറച്ച് ഏകദേശം ഇതിനെക്കാട്ടും ഇത്രയും കൂടെ പൊക്കം വരും. ഇത്രയും പൊക്കത്തിലാണ് ആ കൊപ്പം കോരുന്നത്. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ സംഭവം കണ്ട, ഇതിങ്ങനെ കണ്ടാൽ മനസ്സിലാവത്തില്ല. നേരത്തെ അറിയാമോ, ഇത് പോത്തും ആനയും മേലെ ഇവിടെ ഇതിലെ താരയുണ്ടേ, ആ താരയിലൂടെ പോത്തും ആന ഇതിലെ വന്ന് ഇറങ്ങി ചെയ്യുന്നതാണ്. ഇതുപോലത്തെ കയറ്റത്തിലൂടെ ഇത് കുത്ത് മടയാണ്. ഇതിലൂടെ ആന ഇതേപോലത്തെ മടയിലൂടെ ആന ഇറങ്ങി ചെയ്യുന്ന ആനയ്ക്കാണ് ഈ 6.5 അടി ഹൈറ്റിൽ കുഴിയെടുത്ത് വെച്ച് എന്താ പറയുക കൊപ്പം കോരി ഇട്ടിട്ടുള്ളത്. പിന്നെ വേറൊരു സംഭവം പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഈ ചങ്ങലയിലിടുന്ന ആനയല്ലാതെ കാട്ടിലുള്ള ആന, ഈ കാട്ടിൽ കിടക്കുന്ന ആന ഈ ഏതെങ്കിലും ഫോറസ്റ്റ് ഓഫീസർമാരെയോ ഈ മന്ത്രിമാരെ ആരെങ്കിലും തിരത്തിയൊരു ആന ഓട്ടിച്ചൊരു ചരിത്രമുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഈ ഉദ്യോഗസ്ഥന്മാർക്ക് ആയിരിക്കും ആന ഓടിയ എത്ര ദൂരം ഓടും, ആന എങ്ങനെ ഓടും, ആന ഓടിക്കൊണ്ട് ചാടിക്കഴിഞ്ഞാൽ ആന എത്ര ദൂരം ചാടും, ആനയൊക്കെ എത്ര ഹൈറ്റിൽ ചാടാൻ പറ്റും എന്നുള്ളതിനെ പറ്റിയൊന്നും ഒരു ചുക്കുഞ്ഞുണ്ടാൻ അറിയാത്ത മടയന്മാരാണ് ഈ പറഞ്ഞ ഓഫീസർമാർ. അതുകൊണ്ട് അവർക്കൊരു തോന്നലുണ്ട് ഈ ചങ്ങലയിലിട്ടിരിക്കുന്ന ആന പോകും പോലെ കാട്ടിലുള്ള എല്ലാ ആനകളും പോവുള്ളൂ എന്നൊരു തോന്നലുണ്ട്. അതുകൊണ്ടാണ് ഈ 6.5 അടി ഹൈറ്റിൽ ഈ കുഴിയെടുത്ത് കൊപ്പം കോരി ഇട്ടിട്ടുള്ളത്. അത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ 6 അടി അകത്തുള്ളൊരു പൊക്കമായിരിക്കും ഈ ഒരു കൊപ്പത്തിനുണ്ടാകുന്നത്. പിന്നെ ആന ഓടിക്കൊണ്ട് ചാടിക്കഴിഞ്ഞാൽ ഒരാൾ ലോങ് ജമ്പിലോ ഹൈ ജമ്പിലോ ചാടുന്നതിനെക്കാളും ദൂരത്തിൽ ഓടിക്കൊണ്ടായാലും അല്ലാതെ ആന ചാടിക്കഴിഞ്ഞാൽ ആനയ്ക്ക് ചാടാൻ പറ്റും. അപ്പോൾ ഇതിനൊക്കെ വേണ്ടി ഒരു നടപടി എടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഒരുപാട് കാലമായിട്ട് വീഡിയോ ചെയ്യാത്തതുകൊണ്ട് കുറ്റം പറയാനാണെങ്കിലും എനിക്ക് പറയാനുള്ള ഒരു ഇത് കിട്ടുന്നില്ല. എന്താ പറയുക, ഒരു സുഖം കിട്ടുന്നില്ല സുഹൃത്തുക്കളെ. സുഖമല്ല, ഒരു വാക്കുകളൊന്നും അങ്ങോട്ട് പെട്ടെന്ന് വരുന്നില്ല. എന്തായാലും പോകെ ഞാൻ ശരിയാക്കും.